ദൈവകൃപയാൽ നമ്മുടെ ഹൃദയങ്ങൾ രൂപാന്തരപ്പെട്ടുവെങ്കിൽ മാത്രമേ നമുക്ക് സൽഗുണപൂർണരായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹൃദയശുദ്ധീകരണത്തിന് ആവശ്യമായ ദൈവകൃപ അത് ദൈവത്തിൽ നിന്ന് മാത്രമായി യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠമായ ദാനമാണ്. ഹൃദയ പരിവർത്തനത്തിൻ്റെ സ്വഭാവം ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവുമാണ്. അതാണ് നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിലും കേട്ടത്. ദൈവസ്നേഹമില്ലാത്ത മനുഷ്യസ്നേഹവും മനുഷ്യസ്നേഹമില്ലാത്ത ദൈവസ്നേഹവും അപകടകരമാണ് എന്നുള്ളത് നാം നമ്മെ തന്നെ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. സ്വതവേ സ്വാർത്ഥരായിരിക്കുന്ന മനുഷ്യരായിരിക്കുന്ന നമുക്ക് എങ്ങനെ നിസ്വാർത്ഥരായി തീരുവാനായിട്ട് സാധിക്കും? കർത്താവ് പറഞ്ഞതുപോലെ സ്നേഹിതന് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല എന്ന് പറയുകയാണ്. ആ ദൈവസ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം നൽകുന്നത്. സ്വയത്തെ ദൈവത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സമർപ്പിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് യേശു ക്രിസ്തു ഇവിടെ നൽകുന്ന മിഷൻ എന്ന് പറയുന്നത്. നോട്ട് ആംസ് ഗിവിംഗ് ബട്ട് സെൽഫ് ഗിവിംഗ്. ധർമ്മം കൊടുക്കലല്ല കർത്താവ് ആവശ്യപ്പെട്ടത്, പിന്നെയോ സ്വയം നൽകലാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ സ്വയം നൽകലിൻ്റെ അനുഭവമാണ് യേശു ക്രിസ്തു തൻ്റെ സുവിശേഷത്തിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടുവാനായിട്ട് ശ്രമിച്ചത്. ഒരിക്കലും വറ്റാത്ത അവിടുത്തെ കൃപകളിൽ നിന്ന് നാം പാനം ചെയ്ത് ജീവജലത്തിൻ്റെ നദികൾ നമ്മളിൽ നിന്ന് ഒഴുകണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ കർത്താവ് പറയാണ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ ജീവജലത്തിൻ്റെ നദികൾ നമ്മളിൽ നിന്ന് ഒഴുകുവാനായിട്ട് നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. മനുഷ്യൻ്റെയും സൃഷ്ടി മുഴുവൻ്റെയും വീണ്ടെടുപ്പിനും പൂർണ്ണതയ്ക്കും യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ ക്രിസ്തുവിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഈ പൂർണ്ണമായി ദൈവം ഏൽപ്പിച്ചതായ യേശുവിലേക്കാണ് നമ്മൾ ശ്രദ്ധ ഉയർത്തേണ്ടത്.